62 ലക്ഷം പേർക്ക് ഈ ക്ഷേമ പെൻഷൻ കിട്ടും അല്ലേ? അപ്പം നിങ്ങൾ ഈ പറയുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് ഒരു 30 ലക്ഷത്തോളം സ്ത്രീകൾക്ക് അതിന് വേണ്ടി വരും. പിന്നെ ഈ യുവാക്കൾക്ക് കൊടുക്കുന്ന പൈസ, അങ്കണവാടി ടീച്ചേഴ്സ്, ആശാ വർക്കർമാർ, ഈ രീതിയിൽ എങ്ങനെ പോയാലും സംസ്ഥാന സർക്കാരിൻ്റെ ഈ സാമ്പത്തിക പദ്ധതി എന്ന് പറയുന്നത് മിനിമം 1 കോടി പേരിലേക്ക് എത്തും. നമ്മുടെ വോട്ടിംഗ് പോപ്പുലേഷൻ 2.25 കോടിയാണ്. അതിലൊരു 40-45% ആളുകളിലേക്ക് ഈ സാമ്പത്തിക പദ്ധതി എത്തുന്നു എന്ന് പറയുമ്പം അതൊരു ചെറിയ കണക്കുകൂട്ടലല്ല, അതൊരു ചെറിയ രാഷ്ട്രീയ നീക്കമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു നല്ല സാമ്പത്തിക പദ്ധതിയും സാമ്പത്തിക തീരുമാനമൊക്കെയാണ്. അറ്റ് ദി സെയിം ടൈം ഇതിനൊരു വലിയ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇതിന് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസമാണ്. പരമാവധി ജനങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം. കൺസിസ്റ്റൻസി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ്